اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا لا تحرموا طيبات ما أحل الله لكم ولا تعتدوا إن الله لا يحب المعتدين ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ അനുസരിച്ചും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മുറുകെ പിടിച്ചും ഇന്നത്തെ ദുനിയാവിലെ മുഴുവൻ തിന്മകളിൽ നിന്നും അകന്നു നിന്നുകൊണ്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടുവാൻ പരമാവധി പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെയേറെ ഗൗരവത്തിൽ നമ്മൾ കേൾക്കേണ്ടതായ, ചിന്തിക്കേണ്ടതായ, നിലപാടെടുക്കേണ്ടതായ ഒരു വിഷയത്തെ അധികരിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ അല്പം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട് മുമ്പൊക്കെ ചില യുദ്ധ സീസണുകൾ വന്നു കഴിഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് ബോംബിട്ടു, അവർ തിരിച്ചിട്ടു, അതിങ്ങനെ സീസണലായിട്ട് നമ്മൾ പത്രദ്വാര വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീസൺ കടന്നുപോയിട്ടുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു പ്രത്യേക സീസണിൽ മുന്നോട്ട് വരുമ്പോൾ അടുത്ത ദിവസം എന്തായി എന്ന് ജിജ്ഞാസയോടുകൂടി അറിയാനുള്ള താല്പര്യത്തിൽ പത്രങ്ങളിലേക്ക് നമ്മൾ ഓടിയെടുക്കാറുണ്ട്, മീഡിയകളിലേക്ക് നമ്മൾ ഓടി പോയി ഇരിക്കാറുണ്ട്. അതുപോലെ വളരെ മാരകമായ ഒരു തിന്മയുടെ തുടർച്ച നമ്മളുടെ നാടിൽ, നമ്മുടെ നാട്ടിലും വിദേശത്തും സ്വദേശത്തുമൊക്കെ സോഷ്യൽ മീഡിയകളിലും പത്രദ്വാരയുമൊക്കെ വളരെ ഭീതിയോടുകൂടി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് ലഹരിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരി ഉപയോഗം സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ഭീകരമായ ഒരവസ്ഥയിലാണ് നമ്മുടെ നാടിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയേറെ ഗൗരവത്തിൽ. കാരണം ഏതെങ്കിലും ഒരു നാട്ടുകാർ അല്ലെങ്കിൽ നമ്മളൊന്നും പെടാത്തൊരു വിഭാഗം എവിടെയെങ്കിലും നടക്കുന്ന ഏതെങ്കിലും തോന്നിവാസങ്ങളിൽപ്പെട്ടൊരു തോന്നിവാസം മീഡിയകൾക്ക് മറ്റു വാർത്തയില്ലാത്ത കാരണത്താൽ ബൂസ്റ്റ് ചെയ്ത് അതിന്റെ ആദ്യ താളുകളിൽ ഇടം പിടിക്കുന്ന അവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ടാക്കിയ ഒരു ജ്വരമല്ല ഞാൻ ഈ പറയുന്ന സംസാരം. നേരെ മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും വീടകങ്ങളിൽ അത് നുണയപ്പെട്ടുകയാണ്. അത് നുണഞ്ഞുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള മാത്രയിൽ വളരെയധികം പടർന്നു പന്തലിച്ച് കിടക്കുന്ന മാരകമായ തിന്മയെ പറ്റിയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ മാസങ്ങളിൽ, 1-2 മാസങ്ങളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലിരുന്ന ഒരാൾ എന്ന നിലക്ക് ആളുകളെ കൊണ്ടുപോയി കൗൺസിലിംഗിലും ഡി അഡിക്ഷൻ സെന്ററുകളിലും ചേർക്കാൻ കൊണ്ടുപോകാൻ നടന്നിരിക്കുന്ന നീക്കങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല കുടുംബങ്ങളിലെ ചെറുപ്പക്കാർ അവിടെ എത്തിയിരിക്കുന്നു ഓൾറെഡി. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് കുടുംബങ്ങൾക്കും രക്ഷിതാക്കൾക്കും
നിങ്ങളെ ഒന്ന് കാണാനുണ്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് ഇരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഇരുത്തങ്ങളിൽ വരുന്ന ചർച്ചകൾ ലഹരി പദാർത്ഥത്തെ പറ്റിയാണ്. ഞാൻ എന്റെ കാര്യം പറയല്ല, ഈ പറഞ്ഞ ലഹരി പദാർത്ഥത്തിന്റെ അഡിക്ഷൻ ഉണ്ടാകും. കാരണം എന്താ? വീട്ടിൽ പ്രശ്നമാണ്. കുട്ടികളിൽ പലരെയും നമ്മൾ പരിശോധിക്കുമ്പോൾ കുട്ടികൾ പറയുന്നറിയോ, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, വീട്ടിൽ നിന്ന് ബാപ്പ എന്നെ സ്നേഹിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, ഉമ്മാക്കെന്നെ വേണ്ട, അവരൊക്കെ ഫോണിലും മറ്റുമാണ്, ഞാൻ ആകെ ഒറ്റപ്പെട്ടിട്ടാണുള്ളത്. അപ്പോൾ എനിക്കെന്റെ ലൈഫ് ആസ്വദിക്കണം, എനിക്കെന്റെ കൗമാരം സന്തോഷത്തിലാക്കണം, അടിച്ചു പൊളിക്കണം. അവരൊക്കെ പഴയകാലത്തെ ആളുകളാണ്, വർഷങ്ങൾക്ക് മുമ്പ് 2000 മുമ്പ് ജനിച്ച പഴയ മോഡലുകളാണ്, പഴയ എന്താ പറയാ ഉൽപ്പന്നങ്ങളാണ്. എന്നാൽ ഇന്നത്തെ ജനറേഷനെ ഞങ്ങളുടെ ആളുകൾ മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണം, ലൈഫ് ഒന്നേ ഉള്ളൂ. ലിബറലിസം കൊണ്ടുവന്ന ഏറ്റവും വലിയ ചതിക്കുഴി പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. സാമ്രാജ്യത്വ ശക്തികളെയും അതേപോലെ ചില ഉൽപ്പന്നങ്ങളെ ഈ പറഞ്ഞ ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കൊണ്ടുവന്ന ചില തത്വങ്ങളെയും നമ്മൾ മനസ്സിലാക്കണമെന്നറിയോ? ആത്മാർത്ഥമായി കച്ചവടം ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ട് പഴയതുപോലെ ശരിയാവുന്നില്ല, ലാഭമില്ല, കച്ചവടമില്ല, ഒത്തുപോകുന്നില്ല. പക്ഷെ എന്നാലും നാടെന്താ? നാടും നാട്ടുകാരും ഏറ്റവും നല്ല സുഖസൗകര്യത്തിൽ ജീവിച്ചു കൊണ്ടുപോവുകയാണ്. വലിയ വലിയ സ്ഥാപനങ്ങൾ, ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെയും നിലനിൽക്കുകയാണ്. ചില തട്ടുകടകൾ നിങ്ങൾക്കറിയാം, ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അവിടെ വലിയ കച്ചവടമൊന്നും ഉണ്ടാവില്ല, ആളുകളൊന്നും അധികം കയറിയില്ല, പക്ഷെ അയാൾ വർഷങ്ങളോളം അവിടെ നിലനിൽക്കുന്നുണ്ടാകും. ചില ചായക്കടകൾ, ചില ചെറിയ ചെറിയ മിഠായി വിൽക്കുന്ന സ്ഥാപനങ്ങൾ, വലിയ വലിയ വാടക ബിൽഡിങ്ങിൽ അത് റണ്ണ് ചെയ്തു പോകുന്നത് കാണുമ്പോൾ ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ, അതിന്റെ എല്ലാം പിന്നിൽ അവർ മറ്റെന്തൊക്കെയോ കച്ചവടം ചെയ്തത് കൊണ്ടാണ് അവർ നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചില ആളുകൾ വെറുതെ ഇരിക്കുന്നു, പക്ഷെ അയാൾ കാറിൽ പോകുന്നു, കാറിൽ വരുന്നു, അടിപൊളിയായിട്ട് ജീവിക്കുന്നു. പക്ഷെ സ്ഥാപനം എന്താ? പേരിനൊരു സ്ഥാപനം, ആരും കയറാത്തൊരു DTP സെന്റർ, ആരും കയറാത്തൊരു ബാർബർ ഷോപ്പ്, ആരും കയറാത്തൊരു സർബത്ത് കട. എന്നാൽ അതിന്റെ പിന്നിൽ പോലും ഈ ചരക്കുകൾ വിറ്റുകൊണ്ടാണ് പല ആളുകളും, എല്ലാവരെയുമല്ല, പല ആളുകളും ഈ സാധനങ്ങളുടെ ഉപയോഗക്കാരും ഉപഭോക്താക്കളും വിൽപ്പനക്കാരും ഒക്കെ ആയിട്ടാണ് ജീവിക്കുന്നത് എന്നതാണ് വാസ്തവം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹാ ലൈസത് ബിദവാഇൻ വലകിന്നഹാ ദാഉൻ, നിശ്ചയം അത് മരുന്നല്ല, രോഗമാണ്. രോഗത്തിന്റെ ശിഫക്ക് വേണ്ടി പോലും ലഹരി ഉപയോഗിക്കരുത് എന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. നിശ്ചയം അത് മരുന്നല്ല, രോഗമാണ്, തിന്മകളുടെ താക്കോലാണെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹരി ഉണ്ടാക്കുന്നതായ മദ്യത്തെ എല്ലാ തിന്മകളുടെയും താക്കോൽ എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. അന്നബി ദർദാ റളിയല്ലാഹു അൻഹു ഖാല ഔസാനി ഖലീലി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ അദ്ദേഹം പറയുകയാണ്, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചില കാര്യങ്ങൾ ഉപദേശിച്ചു. അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത്, ലാ തുശ്രിക് ബില്ലാഹി ശൈആ, അല്ലാഹുവല്ലാത്തൊരാളെയും നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്, അല്ലാഹുവിൽ ഒരാളെയും നീ പങ്കുചേർക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. വ ഇൻ കുത്തിഅത വഹുരിക്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഗൗരവത്തിൽ പറഞ്ഞു, വെട്ടേണ്ടി വന്നാലും കത്തിക്കപ്പെടേണ്ടി വന്നാലും നീ അല്ലാഹുവിൽ പങ്കുചേർക്കരുത് അബൂദർദായെ. അബൂദർദായിനുള്ള ഉപദേശമാണ്. വെട്ടിക്കൊലപ്പെടുത്തിയേക്കാം. ഹബീബ് ബിൻ സയ്യിദിനെ അബ്ബാദ് ബിൻ ബിശറിനെ ചെയ്തതുപോലെ ചിലപ്പോൾ വെട്ടി തുറക്കിക്കളയും, ചിലപ്പോൾ കത്തിച്ചു കളയും, അല്ലേ? ഹബീബ് ബിൻ സയ്യിദിനെ അതിലൊരാളെ എന്താ ചെയ്തത്? അള്ളാഹുവിന്റെ റസൂല് ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് കത്തുവായിട്ട് അയച്ചതാണ് ഒരു ഗോത്രത്തിലേക്ക്. അവരെന്ത് ചെയ്തു? കൂടെയുള്ള 2 ആളുകളെ പൊരിച്ചു, കൂടെയുള്ള 2 ആളുകളെ തിളക്കുന്ന എണ്ണയിലിട്ട് വറുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ വിരമിക്കാൻ രക്ഷപ്പെടാം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഒന്ന് എതിർ പറഞ്ഞാൽ മതി, ഇസ്ലാമിനെ പറ്റി ഒരു വിരക്തി ഒന്ന് അവതരിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ എണ്ണച്ചട്ടയിൽ പൊരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിങ്ങളുടെ കൂടെ വന്ന 2 ആളുകളെ പോലെ വറുക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ അതൊന്ന് ചെയ്താൽ മതിയാകുമെന്ന് പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ല. ആ സഹാബിയെ പൊരിച്ചു കളഞ്ഞു. ആ സഹാബിയെ പൊരിച്ചു കളഞ്ഞു. രണ്ടാമത്തെ ആളെ കെട്ടിത്തൂക്കുകയും ഓരോ അവയവങ്ങൾ മുറിച്ച് കഷ്ടിച്ചു കളയുകയാണ് ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെയൊക്കെ ചെയ്താലും ശരി, അങ്ങനെയൊക്കെ പീഡനമുണ്ടാകുന്ന അവസ്ഥ വന്നാലും ശരി, അള്ളാഹുവിനെ തൊട്ടൊരാളെയും നിങ്ങൾ പങ്കുചേർക്കരുത് എന്ന് അത്ര ഗൗരവത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് തൗഹീദിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാത്തത്. ഇവരെന്താ എവിടെ പ്രസംഗിക്കുമ്പോഴും തൗഹീദ് പറയുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഇതാണ്. നിങ്ങൾ രക്ഷപ്പെടണം, അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ രക്ഷപ്പെടണം ആ ഒരു വലിയ അപകടത്തിൽ നിന്ന്. അവർക്കൊരു കോംപ്രമൈസും അള്ളാഹു പരലോകത്ത് തരില്ല. എന്നിട്ട് പ്രവാചകൻ തുടർന്നു. പ്രവാചകൻ പറയുകയാണ്, വലാ തത്റുക് സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
മനഃപൂർവ്വം നീ ഒരു നിർബന്ധ നമസ്കാരവും ഒഴിവാക്കരുത്. വല്ലാത്ത ഉപദേശമാണ്. ആദ്യം അള്ളാഹുവിൽ പങ്കുചേർക്കരുത് എന്ന് പറഞ്ഞു. രണ്ടാമത് പറയാണ് ഒരു നമസ്കാരവും ഉപേക്ഷിക്കരുത്. ഞാൻ ഈ പദത്തിൽ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ലഹരി ഉപയോഗിക്കുന്ന, മദ്യം നുകരുന്ന, ഈ പറഞ്ഞ തോന്യാസങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളിൽ നമസ്കാരം അവർ അതിൽ നിന്ന് പിന്നോട്ട് പോകും. അവർ പള്ളിയിലേക്ക് വരില്ല, അവർ നമസ്കരിക്കില്ല, ജുമുഅ പോലും ഈദ് പോലും ആഘോഷിക്കാത്തവരായിട്ടാണ് ഈ MDM പോലെയുള്ള മാരകമായ ഈ പറഞ്ഞ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ സ്ഥിതിവിശേഷം ഇതാണ്. അവർ നല്ല സമൂഹത്തിൽ നിന്ന് പിന്മാറും. അവരുടെ മറ്റൊരു ലക്ഷണം ഉപദേശത്തെ അവർ വെറുക്കും. ഉപദേശിക്കുന്ന ആളുകളെ അവർ വെറുക്കും. ഇയാൾക്ക് എപ്പോഴും ഉപദേശമാണ്. വാപ്പാക്ക് ഉമ്മക്ക് വെറും പഠിപ്പിക്കലാണ്. ഉസ്താദ് വരുമ്പോൾ അവർ തുറക്കില്ല, വാതിൽ തുറക്കില്ല. അയാൾ എന്നെ പഠിപ്പിക്കാൻ വന്നതാണ്. അവർ ഈ ഉപദേശങ്ങൾ കേൾക്കുന്ന പള്ളികളിൽ നിന്ന് അകലും, സമ്മേളനങ്ങളിൽ നിന്ന് അകലും, ദാവാ സംരംഭങ്ങളിൽ നിന്ന് അകലും. അവർ ഏകാഗിയായി ജീവിച്ച് അവർക്ക് പറ്റിയ ആളുകളെ തേടി അതതിൻ്റെതായ തുരുത്തുകളിലേക്ക് അവർ പ്രവേശിക്കും. അവർക്കറിയാം, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആളുകളെ പെട്ടെന്ന് തിരിച്ചറിയും. വിൽപ്പനക്കാരനെ പെട്ടെന്ന് തിരിച്ചറിയും. ഉപഭോക്താവിനെ പെട്ടെന്ന് വിൽപ്പനക്കാരൻ തിരിച്ചറിയും. വല്ലാത്തൊരു ദുനിയാവാണ് പ്രിയപ്പെട്ടവരെ. ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഏറ്റവും നല്ല ലക്ഷണമായി ഈ പറഞ്ഞ ഈ കഴിഞ്ഞ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ പോയപ്പോൾ കേട്ടത് അത്ഭുതകരമാണ്. ലഹരി ഉപയോഗിക്കുന്നവന്റെ ഏറ്റവും നല്ല ലക്ഷണം എന്താ അറിയോ? വാപ്പനോടും ഉമ്മനോടും നല്ല സ്നേഹമായിരിക്കും. ഒരു സൈഡ് അത്രയും ക്വാളിറ്റിയുള്ള സാധനം ഇപ്പൊ ഉപയോഗിക്കുന്നത്. വാപ്പാക്ക് ചെരുപ്പ് തുടച്ചു കൊടുക്കുക, വാപ്പാന്റെ കാറ് കൈ കൊടുക്കുക, വാപ്പാനെ അങ്ങോട്ട് പൂശി റെഡി ആയിക്കില്ല. അപ്പോഴേക്കും എന്റെ മോന് മാഷാ അല്ലാഹ്, കഴിഞ്ഞ ഖുത്ബയിൽ ഉസ്താദ് പറഞ്ഞ പോലെ എന്റെ മോൻ ഓക്കെയാണ്. ഒരു ലക്ഷണം ഇത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ്. ലഹരി ഉപയോഗിക്കുന്നവരുടെ ഒരു ലക്ഷണമാണ് ഉമ്മാനെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക എന്ന് വിചാരിച്ച് സ്നേഹിക്കുന്ന മക്കളെ ദയവ് ചെയ്ത് നിങ്ങളാരും സംശയിക്കരുത് എന്നും കൂടി ഞാൻ അതിന്റെ കൂടെ വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും നമുക്ക് മനസ്സിലാവില്ല ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ. അത്തരുണത്തിലായി ഒരാളെ കൗൺസിലിംഗിൽ സംസാരിച്ചപ്പോ കഴിഞ്ഞ റമദാനിൽ പോലും ഈ പയ്യൻ ഇത് ഉപയോഗിച്ചു എന്നാണ് സമ്മതിച്ചത്. റമദാനിൽ വരെ ഇത് നിർബന്ധമായി വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ ലഹരി എത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ. ബാക്കിയൊക്കെ നമ്മൾ റമദാനിൽ നിർത്തുന്നില്ലേ, പക്ഷെ ഇത് നിർത്താനാകുന്നില്ല അത്രേ. അവന്റെ നമസ്കാരത്തിൽ, അവന്റെ തറാവീഹിൽ ഒക്കെയും അവൻ ലഹരിയിലായിരുന്നു അത്രേ. ആലോചിച്ച് നോക്ക്, ഇത്ര അപകടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ കുടുംബത്തിലേക്കാണ് ഇത് കയറി വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഗൗരവത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വിശ്വസിച്ചവരെ, നിങ്ങൾ മദ്യവും ചൂതാട്ടവും ബലിപീഠങ്ങളും അമ്പുപോലും പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ട മ്ലേച്ഛമായ പ്രവർത്തനമാണ്. ഒരിക്കലും നിങ്ങൾ അതിന് നിൽക്കരുത് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ ഹൃദയം ലോലമായ സഹാബികൾ അത് പൂർണ്ണമായും വെടിഞ്ഞു. എത്രത്തോളം അറിയോ? ഒരു കുട്ടിയെ മദ്യപാനിയായ ഒരു കുട്ടിയെ ആ മദ്യത്തിൽ നിന്ന് പഠിപ്പിച്ച് പറഞ്ഞ് ശരിയാക്കിയിട്ട് ആ മദ്യത്തിന്റെ ഗ്ലാസ് പോലും അവിടെ വെക്കരുത് എന്ന് പഠിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ചെയ്തത്, മദ്യപിക്കരുത് എന്ന് പറഞ്ഞു. ആദ്യത്തിൽ അവർക്കതിന്റെ അപകടം ഉണർത്തി ആ സമൂഹത്തെ. രണ്ടാമതായി പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ, മദ്യത്തിന്റെ മത്തുമായി നിങ്ങൾ നിസ്കരിക്കാൻ വരരുതെന്ന് പറഞ്ഞു. പിന്നീട് പ്രവാചകന്റെ വചനങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിക്കുകയാണ്, ഇൻതഹൈന, നിങ്ങൾക്ക് മടങ്ങാനായിട്ടില്ല എന്ന ചോദ്യത്തിലാണ് അവർ കംപ്ലീറ്റ്ലി ഈ മദ്യത്തിൽ നിന്ന് അവർ പോയി കളയുന്നത്. എത്രത്തോളം അറിയോ? മദ്യത്തിൽ വീണുകിടന്ന് ചത്തുപോയ ഈച്ചയെ പിടിച്ച്, ഈ ഈച്ചയെ നീ എത്ര ഭാഗ്യവാൻ, ഞാൻ ഈ ജന്മത്തിൽ ഈ ഈച്ചയായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പാടുന്ന കവികൾ വരെ ജീവിച്ചൊരു കാലഘട്ടത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ ഈ പരിശുദ്ധ ഖുർആനിലെ ആയത്തോതിയപ്പോ മദ്യത്തിന്റെ വലിയ വീപ്പകൾ, ചഷകങ്ങൾ കൊത്തിപ്പൊളിച്ച് ആ തെരുവീതികളിലൂടെ മദ്യം ഒഴുകുന്ന സംവിധാനമുണ്ടായി. ഇതുപയോഗിച്ച ആളുകൾ അവരുടെ അണ്ണാക്കിലേക്ക് വിരലുകൾ തള്ളിയിട്ട് മുമ്പ് കുടിച്ച മദ്യമടക്കം പുറത്തേക്ക് വരാൻ വേണ്ടി അവർ പ്രയത്നിച്ചു, അവർ പുറന്തള്ളി. അതിന്റെ ഗ്ലാസുകൾ, അതിന്റെ ഉപയോഗിച്ച പാത്രങ്ങൾ ആളുകൾ ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, അത്ര അപകടമാണ് ഇതുപയോഗിച്ച റൂം, ഇതുപയോഗിച്ച ഇതിനുവേണ്ടി ഇരുന്ന കല്ലുകൾ, ഇതിനുവേണ്ടി ഇരുന്ന ഇരിപ്പിടങ്ങൾ, ഇതിനുവേണ്ടി പോയിരുന്ന ബിൽഡിങ്ങുകൾ, അതടക്കം അവന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചാൽ മാത്രമേ അവൻ അതിൽ നിന്ന് വിരക്തി ലഭിക്കൂ. എന്ന് പറഞ്ഞാൽ അവൻ മുമ്പ് പോയ കമ്പനിക്കാരെ ഒഴിവാക്കേണ്ടി വരും. ഇവർ ഇരുന്നിരുന്ന കല്ലുകൾ, ചില പ്രതലങ്ങൾ അങ്ങനെയാണ്. ചില നാട്ടിൽ ഇതുപയോഗിച്ച ആളുകൾക്ക് അതിൻ്റെതായ ഒരു ബസ് സ്റ്റോപ്പ്, അതിൻ്റെതായ ഒരു ഇരിപ്പിടം, അതിൻ്റെതായ ഒരു കോർണറുകൾ, അതിൻ്റെതായ ഒരു കടൽ തീരം, ഇങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ടാവും. അതടക്കം അവന്റെ മനസ്സിന്ന് ഡിലീറ്റ് ചെയ്യാതെ അവൻ ഇതിന് മുക്തി നേടുകയില്ല.
വീട്ടിൽ നിന്ന് ഉപയോഗിച്ച ആളുകൾ ആ പാത്രങ്ങളടക്കം ഉപേക്ഷിക്കുന്നത്ര ഇതിനോട് വിരക്തി കാണിച്ചിട്ടില്ലെങ്കിൽ ആ പാത്രം പിടിക്കുന്ന സമയത്ത് അവനക്ക് പഴയ അനുഭൂതി കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അത്ര അപകടമായി സാധനം. ഇതിനേക്കാളും ശാസ്ത്രീയമായി ഒരുപാട് പറയാനുള്ളൊരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മൾ മുസ്ലിങ്ങൾ, മുവാഹിദുകളായ നമ്മളുടെ മക്കളെ ചേർത്ത് പിടിക്കുക. ഇതിന്റെ അപകടത്തെ, ഇതിന്റെ 4th സ്റ്റേജ് എന്ന് നമ്മൾ പറയില്ലേ, ക്യാൻസറിനൊക്കെ പറയുന്നത് പോലെ ഇതിന്റെ അവസാനത്തെ സ്റ്റേജിലാണ് പല ആളുകളും പിടിക്കപ്പെടുന്നതും നമുക്ക് തിരിച്ചറിയുന്നതും. അപ്പോഴേക്കും അവർ മാരകമായ പ്രശ്നങ്ങൾക്ക്, മാരകമായ അപകടങ്ങൾക്ക് സാധ്യത വരുത്തുന്ന രൂപത്തിൽ ഏറ്റവും ചീത്ത ആളുകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും ഈ പറഞ്ഞതുപോലെ വായിക്കപ്പെടേണ്ടി വന്നത്. അല്ലേ? ഉപ്പാനെ കൊല്ലുകയാണ്, ഉമ്മാനെ കൊല്ലുകയാണ്. എന്താ? വമ്പിച്ച അപകടം. അധ്യാപകർക്ക് നേരെ കൊലപാതകത്തിന്റെ വിളിയാളങ്ങൾ. അല്ലേ? ഇനി എന്തും സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. കാരണം എന്താ? ഇതിന്റെ അഡിക്ഷനിൽ ദുനിയാവിൽ അവന് ചുറ്റും ജീവിച്ചിരുന്ന മറ്റൊരു സംവിധാനവും അവൻ ആവശ്യമില്ല എന്നിടത്തേക്ക് ലഹരി ഈ കുട്ടികളെ എത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് ഗൗരവത്തിൽ നമ്മൾ കാണണം. ഈ നമ്മുടെ മക്കൾ ഓരോ മണിക്കൂറിലും നമ്മളുടെ നിരീക്ഷണത്തിനായിരിക്കണം. അവർക്ക് ഇസ്ലാമിന്റെ ഉത്ബോധനങ്ങൾ നമ്മളെല്ലാവരും, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഭൗതിക വിദ്യാഭ്യാസം മാത്രം മന്ത്രിച്ചൂതി കെട്ടിക്കൊടുത്ത കുട്ടികളിലാണ് ഇത് ഭൂരിപക്ഷവും കാണുന്നത് എന്നതാണ് വാസ്തവം. എന്നാലോ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ നടുക്കഷ്ടങ്ങൾ അതുപോലും ഈ അപകടത്തിൽ പെടുന്ന തരത്തിലേക്ക് കാലം അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വമ്പിച്ച ജാഗ്രത നിർബന്ധമാണ്. വമ്പിച്ച ജാഗ്രത നിർബന്ധമാണ്. ഒറ്റക്കുള്ള യാത്രകൾ, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഏത് കാലത്ത് നിരോധിച്ചിട്ടുണ്ടത്? നമ്മൾ ഒറ്റക്ക് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. രണ്ടാളായിക്കഴിഞ്ഞാൽ ഒരു ലീഡർ വേണം. പെണ്ണിനെ ഒരിക്കലും ഒറ്റക്ക് വിടരുത്. ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചതിന്റെ ഗൗരവം ആളുകൾ ഇപ്പം നുണഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. എന്റെ മോളെ ഞാൻ ഇന്ന് വിദ്യാഭ്യാസത്തിന് അയച്ചതായിരുന്നു മദ്രാസിൽ. അവളുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, എന്റെ നാട്ടുകാരനാണ്. ഒരാളാവട്ടെ എന്ന് ഞാൻ ചവനാക്കി കൊടുത്തതാണ്. പിന്നീട് എന്താണ് വ്യഭിചാരം എന്നല്ല ഇപ്പൊ നടക്കുന്നത്. വ്യഭിചാരത്തിലൊക്കെ കുറെ ആളുകൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു. അവരെ കോംപ്രമൈസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു, അവർ സോൾവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ആളുകൾ തന്നെ ശാരീരികമായ താൽക്കാലികമായ ഉപയോഗത്തിനാണ് ഈ ആണ് എന്നെ പ്രേമിക്കുന്നത് എന്ന് ബഹുഭൂരിപക്ഷക്കാർ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഈ സാധനം ആവശ്യമില്ലാത്ത, അതിനോട് വെറുപ്പ് കാണിച്ച കുട്ടികളുടെ വയറ്റിലെത്തിക്കാൻ വരെ ഈ മിടുക്കന്മാരാ ഇതിന് മിടുക്ക് കാണിക്കുന്ന തരത്തിൽ ഇതിന്റെ ആളുകൾ എത്തിക്കഴിഞ്ഞു. ടൂറുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സവനപ്പിലും പെപ്സിയിലും വരെ ഈ സാധനം നുകർന്നിട്ട് നീ കൊണ്ടുവന്ന സവനപ്പ് എനിക്കിനിയും വേണമെന്ന് പറഞ്ഞ് പെൺകുട്ടികൾ ആ കൊണ്ടുവന്നവന്റെ പിന്നാലെ പോകുന്ന അവസ്ഥ ഉണ്ടാകുകയാണ്. എന്താ? കടയിൽ നിന്നും വാങ്ങിയ കുടിച്ച സവനപ്പിന്റെ രുചിയല്ല അവൻ തന്ന സവനപ്പ് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി പോവുകയാണ്. അപ്പോഴേക്കെന്താണ്? അതിന്റെ അഡിക്ഷൻ തുടങ്ങുന്നു. അതിനുവേണ്ടി എനിക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ട് പ്രിയപ്പെട്ടവേ. പലതും നടക്കുകയാണ് പിന്നെ അതിന്റെ പിന്നിൽ. അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനും റെഡി. ഇത്തരുണത്തിലേക്ക് നാട് അപകടത്തിലേക്കായിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ജാഹിലിയ്യ കാലത്തെ ജനങ്ങൾ മദ്യത്തെ വർണ്ണിച്ചുകൊണ്ട് മദ്യത്തിന്റെ ആളുകളായിരുന്നു, അഡിക്ഷനായിരുന്നു. കവികൾ പാടി, ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറമാടണം, മരണശേഷവും എന്റെ എല്ലുകൾക്ക് അതിന്റെ നീര് നുകരാമല്ലോ എന്ന് കവികൾ പാടുന്ന അവസ്ഥയായിരുന്നു ജാഹിലിയ്യ കാലത്തിൽ ഉണ്ടായിരുന്നത്. എന്നെ ഒരിക്കലും നിങ്ങൾ, അടുത്ത വരിക, എന്നെ ഒരിക്കലും നിങ്ങൾ മൈതാനിയിൽ മറമാടരുത്, മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാധുര്യം നുകരാൻ കഴിയാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് കവികൾ ശിലകളിൽ കവിതകൾ, വരികൾ കൊത്തിവെച്ച കാലമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ലഹരി നിഷിദ്ധമാക്കിയ ഇസ്ലാം അത് ഉപയോഗിച്ചാലുള്ള ഭവിഷ്യത്തുകൾ പഠിപ്പിച്ചു. ലഹരി ഉപയോഗിക്കുന്നത് മാതാവിനെയും മാതൃപിതൃ സഹോദരിമാരെയും വ്യഭിചരിക്കുന്നതിന് തുല്യമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് വഅക്ബറുൽ കബായിർ മൻ ശറബ ബിഹാ വഖഅല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി. മദ്യം മ്ലേച്ഛതകളുടെ മാതാവാൻ, വൻ പാപങ്ങളിൽ ഒന്നാണ്. ആരെങ്കിലും അത് കുടിച്ചാൽ അവൻ തന്റെ ഉമ്മയെയും മാതൃ സഹോദരിയെയും പിതൃ സഹോദരിയെയും വ്യഭിചരിച്ചതിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്, കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതായത് എളാമാനെയും അമ്മായിനെയും ഉമ്മയെയും വ്യഭിചരിച്ചതിന് തുല്യമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഗൗരവത്തിൽ കാണണം. കാരണം പലപ്പോഴും ഇതൊക്കെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ട്. പണ്ട് അരയിൽ താത്തി ആളറിയാതെ കൊണ്ടുപോയ സാധനം ഇപ്പൊ താറാവിനൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്ന പോലെ കൈത്തിന് പിടിച്ചിട്ട് കൊണ്ടുപോവാണ്. ആര്? നമ്മളാളുകൾ കൊണ്ട് കിട്ടിപ്പോയി ട്രോഫിയൊക്കെ കിട്ടിയതുപോലെ അഭിമാനത്തോടെ കൊണ്ടുപോവുകയാണ്. ആളുകൾ അതിന്റെ പിന്നാലെയാണ്. കല്യാണപ്പുരകളിലെ പ്രധാനമായ പരിപാടിയായി ഇത് മാറുകയാണ്. തൊഴിലാളികൾക്ക് ആവേശം കൊണ്ടുവരാൻ ആളുകൾ ഇത് നൽകുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. ഞങ്ങൾ കുടിക്കാറില്ല, പക്ഷെ ഞങ്ങൾക്ക് ശരിയാക്കി തരാം. ആവശ്യങ്ങൾ നിറവേറ്റാൻ ആളുകൾക്ക് ബോണ്ടായി ഇത്
ഇത് നിശ്ചയിച്ചു കൊടുക്കുന്ന അപകടാവസ്ഥ മുസ്ലിങ്ങളിൽ വ്യാപകമാകുകയാണ്. അതെ, ഇത് ബോണ്ട് നിശ്ചയിച്ചിട്ടാണ് മരം മുറിക്കുന്നത്, ഇത് ബോണ്ട് നിശ്ചയിച്ചിട്ടാണ് അവളുടെ പ്രശ്നങ്ങൾ സെറ്റിലാക്കുന്നത്. ഇതൊക്കെയും പ്രിയപ്പെട്ടവരെ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ എല്ലാം ശിക്ഷ അപാരമാണ് എന്ന് നമ്മൾ ഇത്തരുണത്തിൽ മനസ്സിലാക്കുക. സ്ഥിരം മദ്യപാനി, അല്ലാഹുവിന്റെ റസൂൽ പറയാ, സ്ഥിരമായി മദ്യപിക്കുന്ന ആൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമല്ല എന്നാണ് റസൂലുള്ളാഹി. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത മന്നാനുൻ വലാ ആഖുൻ വാലിദൈഹി വലാ മുദ്മിനു ഖംറിൻ. കൊടുത്തതെടുത്തു പറയുന്നവനും മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവനും മുഴുക്കുടിയനും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിന്നെ റസൂൽ പറഞ്ഞു, മദ്യവുമായി ബന്ധപ്പെട്ട ഏത് നിലക്ക് ബന്ധപ്പെട്ടവരും അള്ളാഹുവിന്റെ ശാപം ലഭിച്ചവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മദ്യത്തെ ശപിച്ചിരിക്കുന്നു. പ്രവാചകൻ പറയാ, ലഅന അല്ലാഹുൽ ഖംർ വലഅന ശാരിബഹാ വസാഖിയഹാ. അള്ളാഹു മദ്യത്തെ ശപിച്ചിരിക്കുന്നു. അത് കുടിക്കുന്നവനെയും കുടിപ്പിച്ചവനെയും പിഴിഞ്ഞ് മദ്യമുണ്ടാക്കിയവനെയും വിൽക്കുന്നവനെയും വാങ്ങുന്നവനെയും ചുമക്കുന്നവനെയും വഹിപ്പിക്കുന്നവനെയും അതിന്റെ മൂല്യം ഭുജിക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താ പറയുക, ഒരു തിന്മയുടെ പ്രത്യേകത എന്താ? ചില തിന്മകൾ തുടക്കത്തിൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കുള്ളൂ, പിന്നീട് അതിങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ നമുക്കതൊരു പ്രശ്നമല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഭാര്യമാര് പറയില്ലേ, ഭർത്താക്കന്മാര് ആദ്യമായിട്ട് ദേഷ്യം പിടിക്കുന്നെന്ന് ഓൾക്ക് ഭക്ഷണം പോകില്ല, ഓൾ ഉറങ്ങൂല, പ്രയാസത്തിലായിരിക്കും. സ്ഥിരമായി ചീത്ത പറയുന്ന ഒരു ഭർത്താവാണെങ്കിലോ ഓളത് കോംപ്രമൈസ് ചെയ്യും. മൂപ്പര് പണ്ടേ അങ്ങനെയാ, ചൂടനാണ്. നന്നായാൽ അതിന്റെ പ്രശ്നം ഉണ്ടാവുക. നന്നായപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നന്നാക്കി എന്ന് വെച്ചു, നന്നായി എന്റെ പേര് കളിയാക്കും. അങ്ങനെ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് സ്ഥിരമായി ചെയ്യുന്ന തിന്മകൾ, അത് ചെയ്യുന്നവനെ പറ്റി സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ടെൻഷനും ഉണ്ടാവില്ല. വളരെ സ്മൂത്തായിട്ടാ ഇത് ഉപയോഗിച്ച ആളുകള് തുറന്ന് പറയാണ്, അഭിമാനത്തോടെ പറയുന്നത്, എന്തൊക്കെയാ കഴിച്ചത്, എത്രണ്ണാ കഴിച്ചത്, എവിടുന്നൊക്കെയാ കഴിച്ചത്, ഒരു പ്രയാസവും ഇല്ല. കാരണം എന്താ, അത് പറയാനുള്ള ധൈര്യം വരുവന് വരികയാണ്. കാരണം ഈ സാധനം അതിന്റെ ഉള്ളിലുണ്ട്, അതിന്റെ കണ്ടന്റ് അതിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഓനൊരു പ്രശ്നവും. വളരെ അഭിമാനത്തോട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, റമദാനിൽ പോലും ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു, തറാവീഹിൽ പോലും അത് ഉപയോഗിച്ചിട്ടാ കൈകെട്ടിയെന്ന് പറയുന്ന അവസ്ഥ ചിന്തിച്ചു നോക്കിയേ. അത്ര പ്രയാസത്തിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതൊരു സാമൂഹ്യ തിന്മയും ഇത് ഇന്ത്യ രാജ്യത്തിന്റെ പ്രശ്നമായിട്ടൊന്നും ആരും കാണണ്ട. ഇത് ഉപയോഗിക്കുന്നോ ഗൾഫിലെത്തിയാലും അവസ്ഥ തന്നെയാണ്. എല്ലായിടത്തും ഈ സാധനം ലഭ്യമാണ്. നന്നാവാൻ വിചാരിച്ച ഒരാള് ഈ പറഞ്ഞ ബാംഗ്ലൂരിലും നന്നാവും, മക്കത്ത് പോയാലും നന്നാവും, ഗൾഫിൽ എവിടെ പോയാലും നന്നാവും. ചീത്തയാകാൻ സാധ്യതയുള്ള ദുർബല മനസ്സുമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഹറമിന്റെ മുന്നിൽ പെട്ടാലും പ്രിയപ്പെട്ടവർ ഓൻ ഇതെവിടെയാ കിട്ടുക നോക്കുക. ഇതിന്റെ ആളുകൾ പെട്ടെന്ന് കണക്ട് ആകുക. ഒരു നിങ്ങൾ തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ആ ലെവലിൽ എത്രയും പെട്ടെന്നാണ് അതിന്റെ ചെയിനുകൾ വർക്ക് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മക്കളെ ഇരുത്തിയിട്ട് നേർക്ക് നേരെ, പ്രിയപ്പെട്ടവർ ഇത് അപകടമുണ്ട് മക്കളെ, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹനെ ഓർത്തിട്ട് നമ്മൾ പറയണം. നമ്മളെ മക്കളോടൊന്നും അത് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞിട്ട് മൂടാക്കണ്ടെന്നൊന്നും ആരും ന്യായം പറയണ്ട. നമ്മളിത് പറഞ്ഞതിന്റെ അപകടത്തെ, കാരണം എന്താ, ഇതിന്റെ തുടക്കമൊന്നവർ ശ്രദ്ധിച്ചാൽ അവർക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഈ തുടങ്ങിക്കഴിഞ്ഞവന് ഉപദേശം കൊണ്ട് പോലും പ്രിയപ്പെട്ടവരെ കാര്യമില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അയ്യുഹന്നാസ് തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വ ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അരുതെന്ന് പറഞ്ഞ ഈ മാരകമായ ലഹരി ഉപയോഗിക്കുന്നതിനെയും അതുപോലെ അതിലടിമപ്പെട്ട ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെയും ഒക്കെ ഗൗരവം ഒരിക്കൽ കൂടി മനസ്സിലാക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ആയത്തുകൾ ഓതിയിട്ട്, നിരവധി ഹദീസുകൾ ഓതിയിട്ടാണ് ഈ ലഹരി വസ്തുക്കൾക്കെതിരെ സംസാരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതിന്റെ ചില ആളുകൾ പറയും, അത് നടന്നോട്ടെ, ഇത് നടന്നോട്ടെ, പിന്നെ ലഹരിയിൽ അത് പ്രശ്നമല്ല, ഇത് പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് ചിലത് പ്രശ്നമില്ലാത്തതും ചിലത് പ്രശ്നമുള്ള, അത് ആരാ നമുക്ക് ആ സ്കെയില് തന്നത്? ഇന്നത് അത് എല്ലായിടത്തും കോമൺ ആണ്, മറ്റേത് പറ്റൂല. ഓമാണ് സിഗരറ്റ് വലിച്ചോട്ടെ, ഓൻ ഇത് ചെയ്യരുത് എന്നാണ്. അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ? ഇത് അതിന്റെ തുടക്കം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോന് നല്ല ക്വാളിറ്റി ഉള്ള സിഗരറ്റ് വേണ്ടി വരും. പിന്നെ ഗൾഫിൽ നിന്ന് മാമൻ വരുമ്പോ അല്ലെങ്കിൽ ചെങ്ങായി വരുമ്പോ എനിക്ക് അത് കൊണ്ടുത്തരണം പറയും. ഈ വലിക്കാരൻ അവിടുന്ന് വിളിച്ചിട്ട് പറയും, അവിടെ അതൊന്നും നല്ലടാ സാധനം, ഇതാണ് സാധനം എന്ന് പറയും. അതും കഴിഞ്ഞ് അടുത്തതാണ് എന്ത്, ഇതും വേണ്ട, ഇതിന്റെ അടുത്തയിലേക്ക് പോകണമെന്ന് പറയും, കുറച്ചും കൂടി ഫിറ്റാകുന്ന സാധനം വേണമെന്ന് പറയും. അപ്പോഴേക്കും സാധനം എന്ത് ചെയ്യും, ഇതിലേക്ക് മാറും. ഇതിലേക്ക് കടക്കുന്ന വഴികൾ അതൊക്കെ പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ പലപ്പോഴും ആളുകൾ പറയും ഇതിനൊക്കെ അടക്കങ്ങനെ എതിര് പറയരുത് എന്ന് പറയും. പക്ഷെ ഇതൊക്കെ കയറി വരുന്ന കേന്ദ്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, കേന്ദ്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്.
പല കുട്ടികളെയും നമ്മൾ കൗൺസിലിങ്ങിന് വിധേയമാക്കി സംസാരിക്കുന്ന സമയത്ത് അത് തുടങ്ങിയത് ഒന്നെങ്കിലും ഓന് ഡാൻസ് പഠിക്കാൻ പോയപ്പോഴേക്കും, അല്ലെങ്കിൽ ജിമ്മിന് പോയപ്പോഴേക്കും, അല്ലെങ്കിൽ കരാട്ട പഠിക്കാൻ പോയപ്പോഴേക്കും, ഏതെങ്കിലും ഒരു ഇങ്ങനെയുള്ള ഒരു സംഗതിയിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ എന്താണ്, പള്ളിയിൽ പോകുമ്പോൾ പോലും അവിടെ എത്തിക്കോന്ന് വിളിച്ചു വയ്ക്കുന്ന ആൾക്കാർ ഇവിടെ പോയി കഴിഞ്ഞാൽ വിളിക്കൂല, പേടിയൊന്നുമില്ല, കരാട്ടക്ക് പോയതാണ്, അവൻ ജിമ്മിന് പോയതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. പല ട്രെയിനിങ് ക്യാമ്പുകളിലും കേന്ദ്രങ്ങളിലും ഒക്കെയും ഇതിന്റെ തുടക്കക്കാർ വ്യാപകമാകുന്നു എന്നതാണ് വാസ്തവം. അതുകൊണ്ട് അള്ളാഹനെ ഓർത്തിട്ട് നമ്മൾ നമ്മുടെ മക്കളെ, നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ കുടുംബക്കാരെ എല്ലാവരും ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക, മനസ്സിലാക്കി കൊടുക്കുക. ഇതിന്റെ അപകടം വരുന്ന സാധ്യതകളെ പറ്റി പറഞ്ഞു മനസ്സിലാക്കുക. കാരണം എന്തറിയോ, നമ്മളെ ഒരു കൊന്നാളിയോ എന്നുള്ള പേടിയിലല്ല ഇത് ഉണ്ടാക്കേണ്ടത്. ഇതൊരു വലിയ അപകടമായിട്ടാണ് മാറുന്നത്, സാമൂഹികമായ വലിയ തിന്മയായിട്ടാണ് ഇത് മാറുന്നത്. ഇത് ഈ പറഞ്ഞ ഡി അഡിക്ഷൻ ക്യാമ്പുകൾ നിങ്ങൾ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ല മുത്തുപോലുള്ള മക്കളാ അവിടെ, ജയിൽ പുള്ളികളെ പോലെ, അല്ലേ? നിങ്ങൾ ആലോചിച്ചു. കാരണം എന്താ, അവരുടെ ഈ അഡിക്ഷൻ മാറ്റാൻ വേറെ മാർഗമില്ല. അവർക്കിതൊന്നും കൊടുക്കാതെ, ഇതൊന്നും ഇല്ലാതെ അവരെ ഏറ്റവും നല്ല ബോധതലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ, അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുമ്പോൾ, ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഒരു വലിയ ശതമാനം കുട്ടികൾക്ക് അതിന്റെ അപകടം മനസ്സിലാക്കുകയും അവർ തിരിച്ചു വരികയും ചെയ്യാൻ. തിരിച്ചു വരുമ്പോഴേക്കും അവന്റെ പഴയ കേന്ദ്രങ്ങൾ, ക്യാമ്പുകൾ, അവൻ പഴയ ഉപയോഗിച്ച വസ്തുക്കൾ, ഇതൊക്കെ മാറ്റി അവനെ കെയർ ചെയ്തിട്ടല്ലാതെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. പലപ്പോഴും എന്താ, ഇവിടുന്ന് ക്ലിയറായി വന്ന ആളുകൾ വീണ്ടും അതിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് അതടക്കം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാണ്. അദ്ദേഹം പറയാണ്, ഒരു വലിയ ഭക്തനായ ഒരാളെ ഒരു സ്ത്രീ കബളിപ്പിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് മദ്യം കുടിക്കൽ, വ്യഭിചാരം, കൊലപാതകം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ നിർബന്ധിച്ചു. അതായത് ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാലോ എന്ന് ഉദ്ദേശിച്ചു. ആ താരതമ്യേന നിസ്സാരമെന്ന് തോന്നിയ ആ ആള് ഭക്തനായ മനുഷ്യനാണ്, ഒരു മുത്തക്കിയായ മനുഷ്യൻ. താരതമ്യേന വലിയ അപകടമൊന്നുമില്ല, കൊലപാതകം എന്നൊക്കെ പറഞ്ഞ കേസും പുൽപാലും ഒക്കെയാണ്, അതേപോലെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പ്രശ്നമാണ് എന്നൊക്കെ വിചാരിച്ച് ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ ഏറ്റവും താരതമ്യേന വലിയൊരു പ്രശ്നമില്ലാത്തൊരു സാധനമുള്ള കുറെ അല്പം മദ്യം കുടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ മദ്യം കുടിച്ചു. അങ്ങനെ മദ്യം കുടിച്ചു, കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു, വീണ്ടും കുടിച്ചു, വീണ്ടും ഒഴിച്ചു കൊടുത്തു, വീണ്ടും കുടിച്ചു. പിന്നീട് മദ്യലഹരിയിൽ ആ മനുഷ്യൻ മറ്റേ രണ്ട് തിന്മയും ചെയ്തു. അവൻ വ്യഭിചരിക്കുകയും ചെയ്തു, അവൻ കൊലപാതകവും ചെയ്തു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മദ്യം തിന്മയുടെ മാതാവാണ്. ലഹരി വസ്തുക്കളൊക്കെയും, ലഹരി ഉപയോഗിച്ച ആൾക്ക് അടുത്തൊരു തിന്മ ചെയ്യാനുള്ള ഇൻട്രസ്റ്റേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. അതിന് എന്ത് ആളുകൾ പറയും, ഇതൊക്കെ ഒക്കെ അപകടമൊക്കെ നമുക്ക് മനസ്സിലായി, പക്ഷെ എന്താ ചെയ്യുക, എന്താണ് പരിഹാരമാർഗം? പ്രിയപ്പെട്ടവരെ, പരിഹാരമാർഗങ്ങളുണ്ട്. ഒന്നാമതായി നല്ലൊരു ഗൃഹാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് പ്രധാനമാണ്. നല്ലൊരു അന്തരീക്ഷം, വീട്ടിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് വേണം. മീശ മുളച്ച മോനോടും ചേർത്ത് പിടിച്ച് മുത്തം വെക്കുന്ന ബാപ്പമാരായിട്ട് നമ്മൾ മാറണം, നിർബന്ധം. നല്ല അകൽച്ചയാണ് ആൺകുട്ടികൾ വലുതാവുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എത്ര പഠിപ്പിച്ചായാലും ശരി, ഓളെ പഠിക്കാൻ അങ്ങോട്ട് വിടും, ഓളെ റൂമിലാണ്, നമുക്കൊന്നും പോകാൻ പറ്റില്ല. അതെ, വലിയ ഹാർട്ട് സർജറി ഒക്കെ നടത്തിയ, ബ്രെയിൻ ട്യൂമർ ഒക്കെ മാറ്റി അങ്ങനെയുള്ള സർജറി നടത്തിയ പോലെ വീട്ടിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അതിഥികൾ വന്നാൽ പോലും ഓള് മേലെ പഠിക്കുക, നമുക്ക് എന്താ പറ്റൂലേ കയറാൻ? ഓളിറക്കണം, ഓളിറക്കിയിട്ട് കുടുംബക്കാരെ കാണിച്ചു കൊടുക്കണം, അങ്ങോട്ട് പോകണം. ഒരു നിശ്ചിത മണിക്കൂർ കഴിഞ്ഞാൽ ശൈത്താൻ കയറി വരുന്നുള്ള ബോധ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, അത്തരുണത്തിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവുക. വീടും ഭാര്യ ഭർത്തൃ ബന്ധവും സമാധാനപൂർണ്ണമാകണം. ഇത് എന്താ, ഭാര്യമാരൊക്കെ ശ്രദ്ധിക്കുക. ഭർത്താക്കന്മാർക്ക് നിങ്ങൾ വലിയ തലവേദന കഴിഞ്ഞാൽ ഒരു തലവേദന മാറ്റാൻ പോകും, അന്നേരം ചിലപ്പോൾ ഇത് കയറി വരും. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അങ്ങനെ വരും. അതേപോലെ തന്നെ ലഹരി നുകരുന്നതിന്റെ കാരണമായി പലരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങളാണ്. കുടുംബ പ്രശ്നങ്ങളിൽ കോംപ്രമൈസ് ചെയ്യണം. അതൊരാളുടെ പ്രശ്നം അയാൾക്ക് തന്നെ കോംപ്രമൈസ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. പ്രിയപ്പെട്ട സമൂഹമേ, നമ്മൾ ചെയ്യണം. എന്താണ് അവർക്കിടയിൽ എന്തോ ഉണ്ട് എന്നറിഞ്ഞ ആളുകൾ ഉടനെ ഇടപെട്ടത് കോംപ്രമൈസ് ചെയ്യണം. അതേപോലെ തന്നെ പേരെന്താ, ഈ വീടിന്റെ പേര് മസ്കൻ എന്നൊക്കെ ആയിരിക്കും, ശാന്തിഗ്രഹം. പക്ഷെ അവിടുന്ന് പാത്രങ്ങൾ ഉടയുന്ന, തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്ന ശബ്ദങ്ങളായിരിക്കും അയൽവാസികൾ സ്ഥിരമായി കേൾക്കുക. അത്തരുണത്തിലാകരുത്, ശാന്തിഗ്രഹമായി തന്നെ തുടരണം. അതുപോലെ തന്നെ പരസ്പരം സമാധാനം നൽകുന്ന, സന്തോഷം കുളിരാടുന്ന വീടായാൽ ലഹരിയിലേക്ക് പോകേണ്ട പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ടൂറ് പോവുക, കുട്ടികൾ ടൂറ് പോകാൻ ചോദിക്കുന്ന സമയത്ത് നമ്മളൊരു ബാധ്യത നിറവേറ്റുന്ന വഴി നമ്മൾ നിർവഹിക്കുക. പ്രിയപ്പെട്ടവരെ, അവർ ചോദിച്ച ഊട്ടിയാണെങ്കിലും ശരി, കൊടൈക്കനാലാണെങ്കിലും ശരി, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കുടുംബത്തോടൊപ്പം ആ കുട്ടിക്ക് കൊടൈക്കനാൽ കാണാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കാൻ വേണ്ടിയത്. അല്ലെങ്കിൽ ആ യാത്രയിൽ പലതും കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ടൂറല്ല, എത്ര പേടിക്കണമെന്ന് പേടിക്കണ്ട. പലപ്പോഴും പല കുട്ടികളും ഈ ലഹരി പദാർത്ഥങ്ങൾ നുകർന്നത്, അവർ ഒന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞത് ഞങ്ങളുടെ ടൂറിൽ നിന്നാണെന്ന്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആർക്കൊന്നും തോന്നരുത് ഇതൊക്കെ ഇതിന്റെ അപകടത്തിന്റെ സോഴ്സുകൾ കേട്ടുപരിചയം കൊണ്ട് മാത്രം ഉറപ്പിച്ചു പറയുകയാണ്.
അതുകൊണ്ട് അത്തരണത്തിൽ ആ കാര്യം ശ്രദ്ധിക്കാം. പിന്നെ രണ്ടാമത്തൊരു താല്പര്യം എന്താണെന്ന് വെച്ചാൽ നല്ല കൂട്ടുകെട്ട്. നമ്മളുടെ മകന്റെ ചങ്ങാതിമാരാരാന്നുള്ള ഒരു നിരീക്ഷണം നമുക്ക് വേണം. നമ്മളുടെ മകന്റെ ചങ്ങാതിമാരെ അവന് തെരഞ്ഞെടുക്കാം. പക്ഷെ ആ തെരഞ്ഞെടുക്കുന്നിടത്തുള്ള ആ അപകടത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് അതിലിടപെട്ടുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കൂട്ടുകാരോടൊപ്പം ഈ രസത്തിന് തുടങ്ങിയതാണ് പല യുവാക്കളെയും ഇന്ന് ഈ അഡിക്ഷൻ ആക്കിയത്. കാരണം അത് ചങ്ങായി തന്നതായിരുന്നു, ഓൻ ഒന്ന് നുകർന്നു നോക്കുമെന്ന് പറഞ്ഞതായിരുന്നു, പിന്നെ എനിക്ക് അതിനോട് പൂതി വന്നു എന്നാണ് പല കുട്ടികളുടെയും വായിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും വിശ്വാസം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. പല കുട്ടികൾക്കും ഒന്നാമതായി മതത്തിനോടും ഈ പറഞ്ഞ മതനിയമങ്ങളോടുള്ള വിരക്തി ആദ്യം ഉണ്ടാകുക. എന്ത് റസൂല് എന്നൊരു കണക്കാണ്. എന്നൊരു വാപ്പ എന്തൊക്കെ വാപ്പാന്റെ എല്ലാ കുറവാണ് വിളിച്ചു പറയുക. വലിയ ദീന് പറയുന്ന വാപ്പ എന്നിട്ട് അത് ചെയ്യുന്നുണ്ടോ? ഇത് എത്രത്തോളം അറിയോ? നമ്മളുടെ അടുത്തുള്ള ചെറിയ ന്യൂനതകൾ, വാപ്പ വലിയ മുന്തിയ ആളൊന്നല്ല, വാപ്പ സിനിമ ആണല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഓൻ എന്ത് ചെയ്യുന്നത്? അതിനേക്കാളും വലുത് ചെയ്യുന്നത്. ആലോചിച്ചു, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഒന്ന് വിശ്വാസം, അതായത് പരലോകത്തിനെ പറ്റിയിട്ടുള്ള ബോധ്യം ഉള്ളിലേക്ക് കടക്കാത്തതാണ് പല കാരണവുമെന്ന് ഇതിന്റെ അധ്യാപകന്മാർ പറയുകയാണ്. പരലോകത്തെ പറ്റി ഒരു ധാരണയില്ല. താൽക്കാലികമായ ഒരു താൽക്കാലികമായി അവൻ പഠിച്ചെടുത്ത ഒരു ഇസം മാത്രമായിട്ടാണ് അവൻ അതിനെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അത്തരം സദസ്സിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. ഇനി മറ്റൊരു കാര്യം, പരലോക ബോധമുണ്ടാക്കലും അള്ളാഹുവിന്റെ ശിക്ഷയെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൽ, ശിക്ഷയെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തല്, ആ ഭയം നമ്മുടെ മക്കളിലുണ്ട്. കാരണം എന്താ, വാപ്പ കാണും, എടാ സമൂഹ ആൾക്കാരുടെ ബോറാവട്ടോ, പത്രത്തിൽ വന്ന മോശാട്ടോ, ഇതൊന്നല്ല പറയേണ്ടത്. അപ്പൊ അവന് പത്രം ഇല്ലാത്ത നാട്ടിലും പത്രത്തിൽ വന്ന മനസ്സിലാകാത്ത നാട്ടിലും വാപ്പ മരിച്ചാലുള്ള കാലഘട്ടത്തിലും മഹലിന്ന് വിട്ട് ജീവിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഇത് നുകരാം എന്നൊരു പാഠ്യം മോനതിൽ നിന്ന് പഠിച്ചെടുക്കും. എവിടെയായാലും നിന്റെ റബ്ബ് കാണുമെന്നും അതിന്റെ ശിക്ഷ ദുനിയാവിൽ നിന്ന് തന്നെ നീ പേറേണ്ടി വരുമെന്നും അതിന്റെ ശിക്ഷ അതിഗൗരവമാണെന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റിയുള്ള നല്ല ബോധ്യം അവന് കൊടുക്കണം. പിന്നെന്താ, ഘട്ടം ഘട്ടമായിട്ട് തിന്മയെന്ന് അവനെ കൊണ്ടുവരാന്നുള്ളതാണ്. ഓൻ ഒന്നായിട്ട് പിടിച്ച് ചങ്ങലക്കെട്ടൊരു മൂലക്കെട്ടുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ചിലപ്പോൾ അതെന്ത് ചെയ്യും, ഒരു സൂയിസൈഡിലേക്കൊക്കെയാ പോവുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം കണ്ടില്ലേ? ജാഹിലിയ കാലത്തിൽ മദ്യം നിർത്തിയത് എങ്ങനെയാ? സ്റ്റെപ്പായിട്ട് നിർത്തി കുറച്ച് കൊണ്ടുവന്നിട്ട് ഇല്ലാണ്ടാക്കി. അതുപോലെ നമ്മുടെ മക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവസരങ്ങൾ ഇല്ലാണ്ടാക്കി അവന്റെ എൻഗേജ് ആകുന്ന ഭാഗത്തെ ആളുകളൊക്കെ വേഗം ഉപയോഗിക്കുക പ്രൈവസി എന്ന വാക്കാണ്. അത് എന്റെ പ്രൈവസിയാണ്, എന്റെ ഇഷ്ടമാണ്, എന്റെ ചോയ്സാണ്, അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് അവന്റെ ഹോബി ആയിട്ടാണ് ഇത് മാറ്റുക. യാത്ര അവന്റെ ഹോബിയാണ്, പുറത്തെ കമ്പനിക്കാർ അവന്റെ ഹോബിയാണ്, അപ്പൊ പുറത്തു പോയി ഭക്ഷണം കഴിക്കുക അവന്റെ ഹോബിയാണ്. ഈ ഹോബി എന്ന കാരണത്താൽ നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ അറിയാതെ ഈ തിന്മകൾ ആ ഹോബിക്കിടയിലേക്ക് കയറി വന്നിട്ടാണ് നമ്മുടെ മക്കൾ കേടുവന്നു പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, ഈ മഹത്തായ ഒരു കാര്യം മാതാപിതാക്കൾ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനുള്ളത്, എല്ലാവരും ശ്രദ്ധിക്കുക, ശുഭപ്രതീക്ഷയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളൊക്കെയും നാളെ പരലോകത്ത് കുടുങ്ങുമോ എന്ന് നമ്മൾ ഭയമുണ്ടാവണം. മക്കളെ തന്ന ആളുകൾ ശ്രദ്ധിക്കുക, മക്കളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കാനാണ്. സമ്പത്ത് തന്ന ആളുകൾ സൂക്ഷിച്ചോളൂ, സമ്പത്ത് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കാനാണ്. ആരോഗ്യം തന്ന യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ആരോഗ്യം കൊണ്ട് നിങ്ങൾ അള്ളാഹു പരീക്ഷിക്കും. അങ്ങനെ ഏതൊരു പദവി തന്ന ആളുകൾ ആ പദവി വെച്ച് നിങ്ങൾ അള്ളാഹു പരീക്ഷിക്കും. ഇത് നമുക്ക് ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് സദാസമയത്തും നിങ്ങൾക്കറിയില്ലേ, ഖുർആൻ പഠിക്കാൻ കൊണ്ടുപോയി ചേർത്തിയ മക്കളുടെ മാതാപിതാക്കൾ പോലും പറയും, അവന് പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ തലയിൽ കയറുന്നില്ല. സമ്മതിക്കൂല പിശാച്, ഓതാൻ സമ്മതിക്കൂല, പഠിക്കാൻ സമ്മതിക്കൂല. ഖുർആൻ ക്ലാസ്സുകളോടെ പ്രഖ്യാപിച്ചില്ലേ? ആർക്കെങ്കിലും തോന്നിയോ വരാൻ? പിശാച് പിടിച്ചതാണ്, പിശാച് നിങ്ങളെ പ്രലോഭിപ്പിച്ചതാണ്, പിശാച് അതിനെ നിസ്സാരമാക്കി കാണിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് ഖുർആൻ ക്ലാസ്സിന് വിളിച്ചു പറഞ്ഞ് അതിന്റെ ഗൗരവം മസ്തിഷ്കത്തിന്റെ ഉള്ളിൽ പറഞ്ഞ് കയറ്റി തന്നിട്ടും ഒരാൾക്കും ഇവിടെ വരാൻ തോന്നാത്തത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, നമ്മളെല്ലാരും പിശാചിന്റെ കെണിയിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉമ്മമാര് ശ്രദ്ധിക്കുക, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ദീനിന്റെ ആ ഇഖ്ലാസിന്റെ വലുപ്പം നമ്മുടെ കൽബിൽ നിന്ന് ഇളകിക്കഴിഞ്ഞിട്ടുണ്ട്, കുറഞ്ഞു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ദീന് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം പ്രിയപ്പെട്ട നമ്മുടെ മക്കൾക്ക് വേണ്ടി ഫുൾ ടൈം പ്രാർത്ഥിക്കുക. പ്രാർത്ഥന അല്ലാതെ രക്ഷയില്ല. ഉമ്മമാര് ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞില്ലേ ചില ചരിത്രങ്ങൾ. ഉമ്മമാരങ്ങോട്ട് രംഗത്തിറങ്ങി അതിന്റെ പിന്നാലെ കൂടിയാൽ ബാപ്പമാരടക്കം നന്നാകുന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അത്തരത്തിൽ പ്രാർത്ഥനയോടുകൂടി നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാരകമായ തിന്മയിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാട്ടുകാരെയും സമൂഹത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ തിന്മക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം നീങ്ങാൻ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടോ ഉപദേശം നൽകിയിട്ടോ കൈകൊണ്ട് പിടിച്ചു വെച്ചിട്ടോ ഏതെങ്കിലും തരത്തിൽ ആ
തിന്മയെ തടയുന്നവരായി അള്ളാഹു നമ്മളെല്ലാം മാറ്റി നിർത്തുമാറാവട്ടെ. എല്ലാ ആളുകളെയും ചേർത്ത് വിളിച്ച് ആരാന്റെ മോനെ അങ്ങനെ ആകുന്നത് നമുക്ക് പ്രശ്നമല്ല എന്നിടത്തേക്ക് നമ്മൾ പോകരുത്. നമ്മളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മകന് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അത് നമ്മുടെ മകന് സംഭവിച്ചതുപോലെ ഗൗരവത്തിൽ കണ്ട് ആ കൂട്ടുകാരന് സപ്പോർട്ട് നൽകാൻ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പ്രതിജ്ഞാബദ്ധരായി നമ്മൾ ഉണ്ടാകണം. അതല്ലാതെ അവരുടെ കാര്യത്തിൽ അവരെന്തെങ്കിലും ആക്കട്ടെ എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. നമ്മുടെ ആവശ്യമുണ്ടവർക്ക്. നമ്മുടെ കൂട്ടുകാരുടെ മക്കളാണ് ഈ പറഞ്ഞ അഡിക്ഷനിൽ വിധേയപ്പെട്ടതെങ്കിൽ നമ്മളുടെ സാമീപ്യം, നമ്മളുടെ ഇടപെടലുകൾ അവർക്ക് ആവശ്യമുണ്ട്. അത്തരുണത്തിലേക്കും നമ്മളുടെ ശ്രദ്ധയുണ്ടാകണം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ പറഞ്ഞ ലഹരിക്ക് അടിമപ്പെട്ട് കൊല ചെയ്യപ്പെട്ട, ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കപ്പെട്ട ഒരുപാട് രക്ഷിതാക്കളുണ്ട്. കരഞ്ഞ് കണ്ണീരോടുകൂടി കൂടുന്നവർ. അള്ളാഹു അവർക്ക് ഈ ഒരു വേദനയുടെ കാലഘട്ടം മാറ്റി ഏറ്റവും സന്തോഷത്തിന്റെ ഒരു കാലഘട്ടം അള്ളാഹു നൽകുമാറാവട്ടെ. അവർക്ക് ക്ഷമിച്ചതിന് അള്ളാഹു പ്രതിഫലം നൽകുമാറാവട്ടെ. അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഇനം പരീക്ഷണങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് എല്ലാവർക്കും ആശ്വാസം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ ഇന്നാ അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് ومن فتنة المسيح الدجال توفنا مسلما وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد.